ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇടിയപ്പം നമ്മൾ സേവനാഴിയിൽ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് സേവനാഴിയിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്കൊക്കെ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കുന്നത്. പിന്നെ കൈ ഇത് എന്താ പറയുക, ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ കൈ വേദന എടുക്കും. ഇതൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇടിയപ്പം തന്നെ ഉണ്ടാക്കാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ മാവ് കുഴയ്ക്കുന്നതപ്പം നിങ്ങളെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഐക്കാർഡിൽ ഞാൻ കൊടുക്കാം. അതിൻ്റെ ലിങ്ക് വേണ്ടവർ കയറി കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇടിയപ്പം നമുക്ക് എപ്പോഴും ചെയ്യുന്നവർക്കൊക്കെ ഇത് ഈസിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാർക്ക് ഒക്കെ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇതൊരു ഗ്രേറ്ററില്ലേ, നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ് ഈ സാധനം. ഇല്ലെങ്കിൽ ഒരെണ്ണം ചെറുത് വാങ്ങിയാൽ മതി. ഇതുപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാവ് 1 കപ്പ് മാവിന് 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചൂടാറിയപ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് വെറുതെ ഒന്ന് കൂട്ടിയെടുത്തതേ ഉള്ളൂ. കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചീകി കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ഒരു ബലവും പ്രയോഗിക്കേണ്ട. ഇതിന് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് പ്രത്യേക ഇടിയപ്പ തട്ടാണ്. ഇടിയപ്പത്തട്ടിലാകുമ്പോൾ നമുക്ക് നല്ല നിരത്തി നല്ല കനങ്കറച്ചുണ്ടാക്കാം. അല്ലാതെ നമുക്കിത് സാധാരണ നോർമൽ ഇടിയപ്പത്തിൻ്റെ തട്ടിലുണ്ടാക്കാം, പിന്നെ ഇലയിലുണ്ടാക്കാം. വാഴയിലയോ കൊക്കോടയിലയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇടിയപ്പം പണ്ടൊക്കെ നമ്മളങ്ങനെ കൊക്കോടയിലൊക്കെ ചെയ്യുമായിരുന്നു, വാഴയില കിട്ടാത്തപ്പോൾ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് ചെയ്യാനും വീഡിയോ കാണാനും ഒക്കെ തോന്നുന്നത്. നിങ്ങളുടെ ഇത്രയും നാളത്തെ സപ്പോർട്ടിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ തട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇത് നോർമൽ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഈ തട്ട് വയ്ക്കുന്നത്. വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, മുകളിലേക്ക് കയറി വരാത്ത രീതിയിൽ. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്തെടുക്കാമല്ലോ, ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മറ്റു തട്ടും വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സേവനാഴിയിൽ പീച്ചെടുത്തതുകൊണ്ട് അല്ലാതെ നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, ഇതാണ് ഗ്രേറ്ററിൽ ചെയ്തത്. നല്ല സോഫ്റ്റായിട്ട് കാണാനും നല്ല ഭംഗിയാണിത്, കഴിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ സേവനാഴി ഇല്ല എന്ന് വിചാരിച്ച് ആരും ഇടിയപ്പം ഉണ്ടാക്കാതെ ഇരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാനുണ്ട് തവിയിലൊന്നും എടുത്ത് കാണിച്ചതാണ് നിങ്ങളെ. അപ്പോൾ ഈ റെസിപ്പി യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഉണ്ട്, ഇതെല്ലാം നല്ല ഇത് തട്ടിൽ ചെയ്തത് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വളരെ സമയം കുറച്ച് മതി, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ രണ്ടും ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് രണ്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു തരത്തിൽ ചെയ്താൽ മതി. അപ്പോൾ മുട്ടക്കറി, ഇത് കുക്കർ മുട്ടക്കറിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഐക്കാർഡിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന മുട്ടക്കറിയാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. അടുത്ത നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.